പ്രകൃതി വർണ്ണങ്ങളിൽ ചാലിച്ചെഴുതിയ വിസ്മയമുണർത്തുന്ന കാഴ്ചകളിലേക്കാണ് ഈ ആഴ്ച ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നിറക്കൂട്ടുകളുടെ മിഴിവിൽ അത്ഭുതങ്ങൾ വിരിയിക്കുന്ന കലാകാരൻ എം.എഫ്. ഹുസൈനെ പോലെ ലോകരാജ്യങ്ങളിലേക്കും കടന്നുപോയ ഒട്ടനവധി സൃഷ്ടികൾ. ദേശവും രാജ്യവും കടന്നുപോയ ഈ കലാകാരന്റെ ചിത്രങ്ങൾ നമ്മുടെ പാരമ്പര്യത്തെയും കലാസംസ്കാരത്തെയും ലോകപ്രസിദ്ധമാക്കുന്നതിൽ തനതായ പങ്കുവഹിക്കുന്നു. സാജു തുരുത്തിൽ ചിത്രകലയെ ജീവശ്വാസം പോലെ കൊണ്ടുനടക്കുന്ന കലാകാരൻ. ചുമർ ചിത്രകലയെ തന്റെ ജീവിത സബരിയാക്കി മാറ്റിയ ചിത്രകാരൻ. ഗുരുവായൂർ ചുമർ ചിത്രകലാ പഠനശാഖ തുടങ്ങിയപ്പോൾ ആകസ്മികമായാണ് സാജു തുരുത്തിൽ അവിടെ അഡ്മിഷൻ നേടിയത്. പിന്നീട് അതാണ് തന്റെ കലാജീവിതം വഴിതിരിച്ചുവിട്ടതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. സാധാരണ ചിത്രകലാ വിദ്യാഭ്യാസത്തിന് ശേഷം ചുമർ ചിത്രകലയോടുള്ള എൻ്റെ ഒരു അഭിനിവേശം ആ സമയത്ത് തന്നെയായിരുന്നു ഗുരുവായൂർ ദിവസത്തിലെ 1989 ഈ ചിത്രകല പഠനശാല തുടങ്ങുന്നത്. വളരെ ആകസ്മികമായിട്ട് തന്നെയാണ് അതിലൊരു അഡ്മിഷൻ കിട്ടുന്നതും. അങ്ങനെ ഒരു ചുമർ ചിത്രകലാ വിദ്യാർത്ഥിയായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനത്താവളത്തിലായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത്. അവിടുത്തെ ഫസ്റ്റ് ബാച്ചിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ചുമർ ചിത്രകലാ വിദ്യാർത്ഥിയായിട്ട് 1989 ഒരു പൂജ നവമി ദിവസം അവിടെ പ്രവേശനം കിട്ടുന്നത്. അപ്പോഴൊക്കെ ഈ ജീവിതവുമായി എങ്ങനെ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. സാധാരണ മറ്റേ ചിത്രകല പഠിച്ചത് കൊണ്ട് തന്നെ ഈ ചുമർ ചിത്രകലയിൽ നിന്ന് എന്തെങ്കിലും ഒരു മോട്ടീഫുകൾ എടുക്കുക, എന്നിട്ട് പുതിയൊരു ശൈലിയിലുള്ളൊരു ചിത്രം ഉണ്ടാക്കുക എന്ന് തന്നെയുള്ള ഉദ്ദേശത്തിലാണ് ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളും ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നത്. പക്ഷേ ചുമർ ചിത്രകലയിൽ ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ജീവിതത്തിൽ വളരെ വലിയൊരു കലാശാഖയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും കേരളത്തിൻ്റെ തനത് പാരമ്പര്യത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഒരു പുണ്യമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ഗുരുനാഥനാണെങ്കിൽ ഒരു വിദ്യ എങ്ങനെയാണ് ശിഷ്യന് കൊടുക്കേണ്ടത്, അവനത് ജീവിതത്തിൽ ഉപകരിക്കുന്ന രീതിയിൽ സമ്മാനിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ കഠിനമായ ഒരു 5 വർഷത്തിൻ്റെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായി ചുമർ ചിത്രങ്ങളുടെ അറിയാപ്പൊലികൾ അദ്ദേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു തന്നു. അവിടെ നിന്നുകൊണ്ട് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ചുമർ ചിത്രകലയിലൂടെ ജീവിക്കുവാനുള്ള ശക്തി തന്നത് എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്. കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും മാത്രമായി ഒതുങ്ങിയിരുന്ന മ്യൂറൽ ചിത്രങ്ങൾ സാധാരണക്കാർക്കും സുപരിചിതമാക്കാൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് സാജു തുരുത്തിൽ. പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വസ്തുക്കളിൽ നിന്നാണ് ചുമർ ചിത്രകലയ്ക്കുള്ള ചായക്കൂട്ടുകൾ കണ്ടെത്തിയിരുന്നത്. ഇന്ന് അക്രിലിക് നിറങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മ്യൂറൽ ചിത്രങ്ങൾ പുതുതലമുറയ്ക്കും പ്രാപ്യമായി. സാധാരണ ചുമർ ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് പ്രകൃതി വർണ്ണങ്ങളാണ്. മഞ്ഞയും ചുവപ്പും കല്ലുകളിൽ നിന്നാണ് എടുക്കുന്നത്. മഞ്ഞയും ചുവപ്പും ഭൂമിയിൽ നിന്നുണ്ടാകുന്ന കല്ലുകളിൽ നിന്നാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കറുപ്പ് വർണ്ണം എണ്ണവിളക്ക് കത്തിച്ചിട്ടുള്ള കാർബിഡാണ്. ഗ്രീൻ നീലമരിയുടെ ഇലച്ചാറാണ്. ഇത് സത്യത്തിൽ ഇതൊരു അക്രലിക് വർക്കാണ്, ക്യാൻവാസിലാണ്. പക്ഷെ സാധാരണഗതിയിൽ എൻ്റെയൊക്കെ ഒരു ചിത്രകലാ ജീവിതം തുടങ്ങുമ്പോൾ എൻ്റെ ഗുരുനാഥനായ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ നേതൃത്വത്തിൽ തന്നെ നാച്ചുറൽ കളേഴ്സ് ഉണ്ടാക്കിയിരുന്നു. അവിടെ നാച്ചുറൽ കളർ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പഴയ രീതിയെ തന്നെ അവലംബിച്ചുകൊണ്ട് അമ്മിക്കല്ലിൽ അരച്ച് വെള്ളത്തിൽ ചാലിച്ച് അങ്ങനെയാണ് ഈ ചുവപ്പും മഞ്ഞ കളറുകൾ ഉണ്ടാക്കിയിരുന്നത്. നീലമരി എന്ന് പറയുന്നത് ഇലച്ചാറ് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ടാണ്. അതുപോലെ തന്നെ എണ്ണവിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ കാർബൺ എടുത്തുകൊണ്ടായിരുന്നു കരി ഉണ്ടാക്കിയിരുന്നത്. മഷി എഴുതുക, അതായത് ലാസ്റ്റ് മഷി എഴുത്ത് എന്നൊരു ചടങ്ങ്, ഉന്മീലനം പോലെ ഒരു ചടങ്ങ് നടത്തിയിട്ടായിരുന്നു നാച്ചുറൽ കളർ അതിൻ്റെ ഒരു പൂർത്തീകരണം തേടിയിരുന്നത്. അതുപോലെ തന്നെ വെള്ള കളറ് ചുമരുമ്പൽ ആദ്യമേ അടിക്കുന്ന വൈറ്റ് വാഷിനെ നിലനിർത്തിക്കൊണ്ടായിരുന്നു. വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ കരിക്കും വെള്ളവും ചുണ്ണാമ്പും മിക്സ് ചെയ്ത് ഏകദേശം ഒരു പശുവിൻ പാലിൻ്റെ നേർമയിൽ
29 പ്രാവശ്യം വൈറ്റ് വാഷ് ചെയ്ത ആ പ്രതലത്തിലായിരുന്നു നമ്മൾ യെല്ലോ കളർ ഉപയോഗിച്ചുകൊണ്ട് സ്കെച്ച് ചെയ്തിരുന്നത്. അതിനുശേഷം യെല്ലോ കളറിന് മീതെ ഷെയ്ഡ് നിലനിർത്തിക്കൊണ്ട് റെഡ് ഇടുന്നു. അതിനുശേഷം ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നു. ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടും കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശിലായനി അവിടെ വാഷ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം വെജിറ്റബിൾ കളറാണ് ഗ്രീൻ കളർ മാത്രം. അത് വെജിറ്റബിൾ കളറായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് ആകെ ഗ്രീൻ കളർ മാത്രമായിരുന്നു. അപ്പോൾ ഗ്രീൻ കളറിൻ്റെ അംശം നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കോപ്പർ സൾഫേറ്റ് വാഷ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു തികച്ചും പാരമ്പര്യപരമായിട്ടുള്ളൊരു സമീപനമായിരുന്നു ചുമരന്മേൽ ചിത്രകാരന്മാർ നിർവഹിച്ചിരുന്നത്. ഒരു ചിത്രം വരയ്ക്കുവാൻ കാണിക്കുന്ന അത്ര തന്നെ ശ്രദ്ധ കളറുകളുടെ നിർമ്മാണത്തിലും ചിത്രകാരൻ ശ്രദ്ധിച്ചിരിക്കണം എന്നായിരുന്നു പഴയ ഗുരുമതം. ചിത്രകലയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഒട്ടനവധി പ്രോഗ്രാമുകൾ, ലൈവ് ഷോകൾ ജനശ്രദ്ധ നേടി മുന്നേറുമ്പോഴും ഗുരുനാഥന്റെ വാക്കുകളെ നെഞ്ചോട് ചേർത്തു പിടിക്കുകയാണ് സാജു തുരുത്തിൽ. 26-27 വർഷങ്ങൾ കൊണ്ട് എനിക്ക് 13 ക്ഷേത്രങ്ങളിൽ ചിത്രം വരക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, പാഴൂർ, അതുപോലെ തന്നെ പെരുന്ന സുബ്രഹ്മണ്യ ടെമ്പിൾ, പറവൂർ സുബ്രഹ്മണ്യ ടെമ്പിൾ, അതുപോലെ കർണാടകയിൽ വളരെ വലിയ ഒരു ചിത്രം വരക്കുവാൻ സാധിച്ചു. ഇങ്ങനെ അതുപോലെ ഇരിങ്ങോൾക്കാവ് പള്ളി, നിരവധി കോർപ്പറേറ്റ് ഓഫീസുകളിൽ ഇങ്ങനെയൊക്കെ ചിത്രം വരക്കുമ്പോൾ ചുമർചിത്രകലയെയാണ് ഒരു സാധാരണ ജനജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ സാധിച്ചത്. പണ്ട് ഒരു കാലത്ത് ഗുരുക്കന്മാരായ ആർട്ടിസ്റ്റുമാർ ചിത്രം വരച്ചപ്പോൾ, അതുപോലെ ഇവിടെ തുറവൂർ മഹാക്ഷേത്രത്തിലൊക്കെ ചിത്രം വരച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു കാലഘട്ടം കൊണ്ട് ഒരു ജീവിതത്തിൻ്റെ ഒരു മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1-2 ചിത്രങ്ങളോ അല്ലെങ്കിൽ 3 ക്ഷേത്രങ്ങളിൽ ചിത്രം വരക്കാൻ സാധിച്ചപ്പോഴാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ശിഷ്യ സമ്പത്തുകൾ ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ 10-14 ക്ഷേത്രങ്ങളും ഇത്രയധികം പള്ളികളും ഒക്കെ വരയ്ക്കുവാൻ സാധിച്ചത്. അത് പണ്ട് ചുമർചിത്രകലയുടെ വളർച്ചയും ഇപ്പോഴത്തെ വളർച്ചയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും. കാരണം 13 വർഷം കൊണ്ടാണ് 13 ക്ഷേത്രങ്ങളാണ് ഈ ഇത്ര വർഷം കൊണ്ട് എനിക്ക് സാധിച്ചത്. അത് 13 നൂറ്റാണ്ടുകൾ നിൽക്കുന്ന രീതിയിലാണ് ഓരോ ക്ഷേത്രങ്ങളും അങ്ങനെയാണ് തീരുന്നത്. ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും 1 വർഷത്തേക്കോ 2 വർഷത്തേക്കല്ല ചിത്രം വരക്കുന്നത്. അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളൊരു സമ്മാനമാണ്. ഒറ്റ ക്യാൻവാസിൽ തീർത്ത സമ്പൂർണ്ണ രാമായണവും മുഗൾ ചരിത്രവുമെല്ലാം ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. സ്വന്തം വീട്ടിൽ തന്നെ ഒരു ആർട്ട് ഗാലറിയും സജ്ജമാക്കിയിട്ടുണ്ട് സാജു തുരുത്തിൽ. 1989 ഞാൻ ചുമർചിത്രകല പഠിക്കുവാനായിട്ട് ഗുരുവായൂരിലേക്ക് പോകുന്നത്. അവിടെ നിന്നുകൊണ്ട് ഒരു ചിത്രകലാ ജീവിതം തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ചിത്രങ്ങൾ നമ്മൾ ചുരുട്ടിയിടത്തു നിന്നാണ് മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് എടുക്കുന്നത്. അന്ന് കേരളത്തിൽ ഇങ്ങനെയൊരു ഗാലറി പശ്ചാത്തലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഒരു ഏകദേശം 28 വർഷത്തിൻ്റെ കലാജീവിതത്തിനിടയിൽ ഒരു കലാകാരൻ എന്താകണമെന്നും കലയെ മറ്റുള്ളവനെ എങ്ങനെ പരിചയപ്പെടുത്തണമെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. പക്ഷേ ഒരു ക്ഷണിക സാധ്യമല്ലാത്ത ഒരു മേഖലയിലൂടെ ആയിരുന്നു എൻ്റെ കലായാത്ര ഇത്ര നാളും. പക്ഷേ ഒരു സാധാരണ ഒരാൾ ചിത്രം വരച്ചു കഴിഞ്ഞിട്ട് മറ്റൊരാളെ ധരിപ്പിക്കുന്നതിന് വേണ്ടി അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അയാളത് മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ ഏറെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ അവതരണ ശൈലി തന്നെ മാറേണ്ടിയിരിക്കുന്നു. അത് ഞാൻ മാത്രം പറഞ്ഞൊരു കാര്യമല്ല. കേരളത്തിൽ ഈ 26 വർഷത്തിന് ഉള്ളിൽ
നടന്നിട്ടുള്ള ഒരു മാറ്റം തന്നെയായിരുന്നു അത്. അപ്പോൾ എൻ്റെ ചിത്രങ്ങളെ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഏറ്റവും നല്ല ഒരു മാർഗം തന്നെ അവലംബിക്കുന്നതിന് ഉദ്ദേശിച്ചു. അങ്ങനെയാണ് ഈ ഗാലറി ഉണ്ടാകുന്നത്. സ്വന്തം വീട് തന്നെ ഒരു ഗാലറി ആക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എല്ലാ സമയത്തും ഗാലറി കാണുവാൻ വരുന്ന ഒരാളുടെ അവസ്ഥയും ഗാലറിയിൽ ഇരിക്കുന്ന ചിത്രകാരൻ്റെയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള മാനസികാവസ്ഥയും എല്ലാം ചേർന്ന് പോകേണ്ടതുണ്ട്. കല തന്നെ ജീവിതമാർഗമാക്കിയ എനിക്ക് അതിനെ അത്രയൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാനും എൻ്റെ കുടുംബവും ഇതിൻ്റെ ഇടയിൽ കിടന്നുറങ്ങുകയും ഇവിടെ തന്നെ ഇരുന്ന് ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്യുന്നൊരു മാനസിക അന്തരീക്ഷം വളർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചു. ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്നതിനേക്കാൾ ഇവിടെ എത്തുന്നവർക്ക് ലഭിക്കുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ചിത്രകലയെ, അതിന്റെ പാരമ്പര്യത്തെ അടുത്തറിയാൻ ഈ ഗ്യാലറി വേദിയാകുന്നു. ആർട്ട് ആൻഡ് മൈൻഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഗ്യാലറി സന്ദർശിക്കാൻ വിദേശീയരടക്കം നിരവധി ആളുകൾ എത്താറുണ്ട്. ഇവിടെ എത്തുന്ന കലാസ്നേഹികൾക്ക് ചുമർചിത്രകലയുടെ ചരിത്രവും പാരമ്പര്യവും അടുത്തറിയാൻ വേണ്ടത്ര പുസ്തകങ്ങളും പ്രകൃതി വർണ്ണങ്ങളും എല്ലാം ഇവിടെ സജ്ജമാണ്. ഈ ഗാലറി ശരിക്കും പറഞ്ഞാൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാൻ മാത്രമുള്ളതല്ല. ഇവിടെ ഇരുന്ന് തന്നെയാണ് ഞാൻ ചിത്രം വരയ്ക്കുന്നത്. ഇവിടെ ചിത്രം വരയ്ക്കുമ്പോഴും ആൾക്കാർക്ക് വന്ന് കാണാം. ചുമർചിത്രകലയെക്കുറിച്ച് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ തന്നെ ഒരു ഗാലറിയാണത്. ഇവിടെ വന്നാൽ ചുമർചിത്രകലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം സംശയങ്ങളും ദൂരീകരിക്കുന്നതിനും അതുപോലെ തന്നെ കേരളത്തിലെ നിരവധി ചിത്രങ്ങളുടെ കോപ്പികൾ കാണുന്നതിനും അതിൻ്റെ ഒറിജിനൽ പതിപ്പുകൾ കാണുന്നതിനും അതിൻ്റെ വീഡിയോ ഡോക്യുമെൻറ്റേഷൻ കാണുന്നതിനും അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നോക്കുന്നതിനും എല്ലാ തരത്തിലുള്ള ഒരു സജ്ജീകരണമാണ് ഞാനിവിടെ ഒരുക്കുന്നത്. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളിലെ സംശയ ദൂരീകരണമാണത്. അത് ചിത്രകല പഠിക്കുവാനായിട്ട് ഗുരുവായൂരിലേക്ക് വണ്ടി കയറുമ്പോൾ തുടങ്ങി ഈ ഈ ഇതിൻ്റെ ഏകദേശം ഈ ഫീൽഡിൻ്റെ ഒരു അന്തരാർത്ഥങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നത് വരെയുള്ള എല്ലാത്തരം സംശയങ്ങളും സാധാരണ ഒരു കാഴ്ചക്കാരനുണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ വർണ്ണനിർമ്മിതി, ഇത് നാച്ചുറൽ കളേഴ്സാണ് ഇതിനെ അപ്ലൈ ചെയ്യുന്നത്. ആ നാച്ചുറൽ കളേഴ്സ് എന്താണ് എന്ന് പണ്ട് കാലത്ത് സാധാരണ ചിത്രകാരന്മാർ മറ്റുള്ളവരെ ധരിപ്പിക്കാറില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ വരുന്നവർക്ക് ചുമർചിത്രങ്ങളുടെ കുറിച്ചുള്ള എല്ലാത്തരം രീതികളും നമുക്ക് മനസ്സിലാക്കുവാനും ചിത്രകാരൻ്റെ കൂടെ ഇരിക്കുവാനും, ഇതിപ്പോൾ സ്വദേശികൾ മാത്രമല്ല വിദേശികൾ കൂടെ നമ്മളുടെ ഈ ഗാലറിയിലും ഈ സ്റ്റുഡിയോയിലും എത്തി അവരുടെ ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹ നിർവൃത്തിക്ക് ഇടം വരുത്തുവാനായിട്ടുള്ളൊരു ഒരു ഇരിപ്പിടമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 18 വർഷമായി ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയിൽ ചിത്രകലാ അധ്യാപകൻ കൂടിയാണ് സാജു തുരുത്തിൽ. ഇദ്ദേഹത്തെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തിയിട്ടുണ്ട്. പുതുതലമുറയുടെ ശ്രദ്ധ ചുമർചിത്രകലയിലേക്ക് ആകർഷിക്കാനും അവരിലൂടെ ഈ മഹത്തായ കലാപാരമ്പര്യം തുടർന്നും നിലനിർത്തിക്കൊണ്ടു പോകാനും കഴിയും എന്ന പ്രതീക്ഷയിൽ ഈ ചിത്രകാരൻ അടുത്ത ചിത്രത്തിനുള്ള ചായക്കൂട്ടുകൾ ഒരുക്കുകയാണ്.